ഉറപ്പിച്ചോ? പിന്നല്ല, ഞങ്ങളിത് പണി തുടങ്ങി. ഓ എന്തായി? തീരുമാനമായി. ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ഷൻ വർക്ക് തുടങ്ങിയല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ ഒരാഴ്ച ലേറ്റായി. അല്ല പ്രകാശ, നമ്മൾ ആളുകളോട് എന്താ പറയേണ്ടത്? കഴിഞ്ഞ തവണ പറഞ്ഞൊക്കെ തന്നെ, ദുർഭരണം അവസാനിപ്പിക്കുക, കേരളത്തെ വീണ്ടെടുക്കുക, അങ്ങനെ പറയൂ തന്നെ. അതൊക്കെ അന്നേ പാളിയതാണ്. അവര് വികസനം പറഞ്ഞാണ് ആളുകളെ കയ്യിലെടുക്കുന്നത്. സംഗതി ഏറെക്കുറെ സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വികസനമൊക്കെ നമ്മളാണ് തുടങ്ങി വെച്ചെന്ന് പറഞ്ഞാലോ? നമ്മളിട്ട കല്ലുമേലാണ് ഇമാരി ഈ സാധനമൊക്കെ കെട്ടിപ്പൊക്കുന്നതെന്ന് പറഞ്ഞാലോ? അപ്പൊ ആ കല്ലൊക്കെ കൂടെ നാട്ടിൽ വെച്ചാൽ നമ്മളെന്താ സമാധാനം പറയാ? ആ കല്ലൊക്കെ തിരയാൻ പോയാൽ ഇനി അടുത്ത ഇലക്ഷൻ വരും. കുറെ ഇട്ടിട്ട് പോയതല്ലാതെ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞ വീടില്ല. അങ്ങനെയാണെങ്കിൽ ഏമാര് തുടങ്ങുന്ന പരിപാടിയൊക്കെ നമ്മൾ എതിർക്കുമെന്ന് പറഞ്ഞാലോ? നമ്മളെ നേതാക്കൾ പറയുന്നത് കേട്ടിട്ട് നാട്ടുകാരോട് പറയാൻ നിന്നാ പിന്നെ അടുത്ത ഇലക്ഷൻ വരെ കാക്കേണ്ടി വരില്ല. ശരിയാ, നമുക്കിറങ്ങാം. ഇവിടെ അതെ, നീ അറിയാത്ത കാര്യങ്ങൾ വർത്താനം പറയാൻ നിൽക്കട്ടോ വെറുതെ. അതൊക്കെ വലിയ പ്രശ്നമാവും. അതൊക്കെ അവന്മാരത് രാവിലെ കുറ്റി പറിച്ചിറങ്ങിയിട്ടാണ്. പോയി നടക്ക്. അതെ, കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം. എല്ലാരോടും കയറി പറഞ്ഞ് കൊളവാക്കണം. അതെന്താ അങ്ങനെ ഒരു വർത്തമാനം? ഞങ്ങൾ നേതാക്കന്മാരല്ലേ? ഓ, ഒന്നും അടിയുണ്ടാക്കാതെ വാ. എന്താണ് വിശേഷം? എന്താണ് മുഖത്തൊക്കെ ഒരു വിഷമം പോലെ? സ്വാമി ഇനി അഥവാ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ തീരാൻ പോവല്ലേ? അയ്യപ്പന്റെ സ്വർണം കെട്ടി കള്ളന്മാരുടെ ഭരണം അവസാനിക്കാൻ പോവല്ലേ? ഈ വെടി തലയിൽ വെച്ച് നടക്കുകയാണല്ലേ? എടോ, ആ വെടിയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും വന്ന് നിങ്ങളുടെ മൂട്ടിൽ തന്നെ വന്ന് പൊട്ടിയ ഇവരൊക്കെ നേതാക്കന്മാരും പറഞ്ഞു തന്നില്ലേ? സ്വാമി ശരണം. നീ എന്തിനാണ് ഈ സ്വർണത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പോയി പറഞ്ഞൊന്ന് പോടും. പിന്നെ നമുക്ക് പെൻഷനൊക്കെ കൂട്ടണ്ടേ? ഞങ്ങളുടെ വാഗ്ദാനങ്ങളൊക്കെ അറിഞ്ഞില്ലേ? കൂട്ടണം. അങ്ങനെ എന്തൊക്കെ തരം വാഗ്ദാനങ്ങൾ! നിങ്ങൾ വയനാട് വെച്ചു കൊടുത്ത വീട് പോലെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കല്ലേ വാഗ്ദാനങ്ങൾ. അതെ, നിങ്ങൾ ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. അവരും ഈ BJP തമ്മിൽ ഡീലാണ്. പ്രകാശോ, എന്ത് ഡീലിന്റെ കാര്യം പറയണ? ഞങ്ങളിങ്ങനെ പൊതുവെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരത എന്നറിയുന്നത് ബാബറി പള്ളി പൊളിച്ച. അതെ, പൊളിക്കുമ്പോ മൗനൂടത്തിൽ നിന്ന ആളുടെ പേര് നരസിംഹറാവു എന്നാ. അങ്ങനെയൊക്കെ സംഭവിച്ചില്ല. 248 സഖാക്കളെ കൊന്നു തള്ളിയത് RSS. അവരായിട്ടാണോ ഞങ്ങളുടെ ഡീല്? ഇതേതാ ഈ പുതിയ ഡീൽ? അത് UP വന്ന പുതിയ പ്രചരണക്കാരാ. ആരായാലും ഒരു ജെട്ടിയൊക്കെ ആവാ. മാഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി? അവസാനം നിങ്ങൾ സ്ഥാനാർത്ഥിനെയൊക്കെ പ്രഖ്യാപിച്ചോ? അത് ഇത്തവണ ഈ ഇലക്ഷൻ കുറച്ച് നേരത്തെ വന്നോണ്ടേ. ഓ, പണ്ട് ഓണം നേരത്തെ വന്നപ്പോ പുസ്തകം വഴികിയ പോലെ അല്ലേ? അതൊക്കെ കഴിഞ്ഞ കാലമല്ലേ മാഷേ. മാഷക്ക് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്, നമുക്കറിയാം. ഇത്തവണ മാഷ് ഒന്ന് സഹായിക്കണം. അറിയാലോ, നമ്മുടെ തന്നെ ആകപ്പാടെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇപ്പൊ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാഷ് ഇത്തവണ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ വായനശാലയൊക്കെ അതൊന്നും കുഴപ്പമില്ല. ഞാനൊന്നോ ഈ കസേരയിലൊന്നും കാര്യമില്ല കേട്ടോ. അല്ല, അവിടെ നിന്നോളൂ. എന്താടാ, ഞാൻ നിക്കണോ ഇരിക്കണോന്ന് നീയാണോ തീരുമാനിക്കുന്നത്? എന്താണ് രമേശ, ഈ ഇലക്ഷൻ സമയത്തിൽ ഒരു ഐക്യം വേണം. എന്നാ ഐക്യം ഉണ്ടാക്കുക. ഇവരോട് എണീക്കാൻ പറ. എന്നാ പിന്നെ താൻ എണീക്ക്, ഞാൻ അവിടെ ഇരിക്കാം. ആരത് സുരേ? അതും വായനശാലയില് അതാണ്. അല്ലാതെ പിന്നെ ഈ അക്ഷരങ്ങൾ നിങ്ങൾക്ക് എന്താ കാര്യം അല്ലേ? അങ്ങനെ പറയരുത്. ഇത് നമ്മളട്ടത്, അത് മറക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടണല്ലേ? അങ്ങനെയല്ല, കേരളമാക്കിയത് ഞങ്ങളെ പേരുമാറ്റല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാന പ്രോജക്റ്റ്. മാഷേ, ഇതൊന്നും ഇങ്ങനെ ആക്കിയെടുക്കാൻ കേന്ദ്രത്തിൽ ഞങ്ങൾ എത്ര ഇടപെട്ടെന്നറിയോ? എണീക്കടാ. എണീപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അതെ, അങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് മാറ്റേണ്ടി വരും. കോങ്ങാട് നമുക്ക് കോകർണാക്കണം, കേരളശ്ശേരി നമുക്ക് ഭാരതശ്ശേരിയാക്കണം. ഭാരതാംബേ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കണം. വിടല്ലേട്ടോ,
ഇല്ല, മുറുകെ പിടിച്ചിട്ടുണ്ട്. സുരേട്ടാ, ഇത് നമ്മുടെ കുളത്തിലൊക്കെ വളരുമോ? ആർക്കറിയാടാ, കേന്ദ്രത്തിന്റെ വലിയ പ്രൊജക്റ്റ് ആണെന്നാ സുരേഷ് ഏട്ടൻ പറയുന്നു.